الله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖമുദ്രയായി സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. മുഖമുദ്രയാവണം എന്നതിനപ്പുറത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു ഗുണത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. മീസാനിൽ പോലും കനം തൂങ്ങുന്ന ഒരു സൽപ്രവൃത്തിയായിട്ടാണ് ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവത്തെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. ഈ സൽസ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ഒരു വിശ്വാസി ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ച രണ്ട് സ്വഭാവ ഗുണങ്ങളാണ് അൽ ഇഹ്തിറാം വത്തൗഖീർ എന്ന് പറയുന്ന സ്വഭാവ ഗുണങ്ങൾ. ഈ രണ്ട് അറബി പദങ്ങളുടെ അർത്ഥം ആദരവ്, ബഹുമാനം എന്നുള്ളതാണ്. ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായി സഹാബാക്കളിലൂടെ പരിശീലിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ശൈഖുൻ, ഒരു മുതിർന്നയായ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഅബ്തഅൽ ഖൗമു അൻ യുവസ്സിഉ ലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന ആ വ്യക്തിക്ക് സ്ഥലം ഒന്ന് വിശാലമാക്കി കൊടുക്കാൻ സഹാബാക്കൾ ഒരല്പം കാലതാമസമുണ്ടായി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലൈസ മിന്നാ മൻ ലം യുവക്കിർ കബീറനാ വയർഹം സഗീറനാ. നമ്മിൽ പെട്ടവനല്ല മല്ലം യുവക്കിർ കബീറന, നമ്മുടെ മുതിർന്നവരെ ആദരിക്കാത്തവനും, വയർഹം സഗീറന, നമ്മുടെ കൂട്ടത്തിലെ ചെറിയ ആളുകളെ റഹ്മത്തോടുകൂടി കരുണയോടുകൂടി പ്രവർത്തിക്കാത്തവനുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിന്റെ വിഷയത്തിലേക്ക് കയറി വരുന്ന വ്യക്തി ഒരല്പം കാലതാമസം സഹാബാക്കൾ ആ സ്ഥലം ഒന്ന് വിശാലമാക്കുന്ന വിഷയത്തിൽ ഉണ്ടായപ്പോഴേക്കും പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ മേഖലയിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച, പരിശീലിപ്പിച്ച ഒരു വിശേഷണമാണ് യഥാർത്ഥത്തിൽ സൽസ്വഭാവം എന്ന് പറയുന്നത്. അതിലും ഏറെ പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ് അൽ ഇഹ്തിറാം വത്തൗഖീർ, ആദരവ്, ബഹുമാനം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടു നടക്കേണ്ട ഒരു പ്രത്യേകമായ സ്വഭാവ ഗുണം. ഏതൊക്കെ മേഖലയിൽ വേണമെന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ സംസാരത്തിൽ ആദരവ് വേണം, ബഹുമാനം വേണം. അവന്റെ പ്രവർത്തനത്തിൽ ആദരവ് വേണം, ബഹുമാനം വേണം. സംസാരത്തിലും പ്രവൃത്തിയിലും അനുയോജ്യമല്ലാത്ത വിഷയങ്ങൾ ഒഴിവാക്കുന്നതിലും ഒരു മനുഷ്യന് ആദരവും ബഹുമാനവും വേണമെന്നത് പ്രവാചകൻ അധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏതെല്ലാം മേഖലകളിൽ ഇത് പാലിക്കണമെന്നതും പ്രവാചകന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നോരോന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും ആദരവും ബഹുമാനവും വേണ്ട ഏറ്റവും ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അള്ളാന്റെ വിഷയത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആലയെ എല്ലാ മേഖലകളിലും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. എങ്ങനെയൊക്കെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? അതിലേറ്റവും സുപ്രധാനമായ കാര്യം, അള്ളാഹ് ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യലാണ് അള്ളാഹനെ ആദരിക്കുന്ന ലക്ഷണം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അള്ളാഹനെ ഞാൻ ആദരിക്കുന്നു എന്നതിന്റെ ലക്ഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, അള്ളാന്റെ ദീനിനെ ആദരിക്കുക, മഹത്വരപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു കാര്യം ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
ഒരു കാര്യത്തിന്റെ ഷിആറായി, അടയാളമായി, മതത്തിന്റെ അടയാളമായി ഇന്ന വസ്ത്രം, മതത്തിന്റെ അടയാളമായി മാന്യമായ വസ്ത്രം, അതുപോലെ തന്നെ വസ്ത്രധാരണ, അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം കാര്യങ്ങൾ ഷിആറായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, അടയാളമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, അതൊക്കെ ആദരിക്കലും ബഹുമാനിക്കലും അള്ളാനെ ആദരിക്കുന്നതിന്റെയും ബഹുമാനിക്കുന്നതിന്റെ പ്രത്യേകതയായി പഠിപ്പിച്ചു തന്നതാണ്. അതോടൊപ്പം തന്നെ സൽസ്വഭാവമായി എന്തെല്ലാം ഗുണങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ ഗുണങ്ങളൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക എന്നുള്ളതും അള്ളാനെ ആദരിക്കുന്നതിന് ഉദാഹരണമായിട്ടാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹ് എന്ത് പഠിപ്പിച്ചോ അത് ഞാൻ ചെയ്യും, അള്ളാഹ് എന്ത് വിലക്കിയോ അതെന്റെ ജീവിതത്തിൽ നിന്ന് മുഴുവനായി ഞാൻ മാറ്റിവെക്കും, അതിനെ ആദരിക്കും, ബഹുമാനിക്കും എന്നുള്ളത് അള്ളാഹിനോടുള്ള ആദരവായി പഠിപ്പിച്ചെന്നാണ്. ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശീലനങ്ങളിലൂടെ നേടിയെടുക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ്. അതുകൊണ്ടാണ് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മേഖലയിലും കൃത്യമായ ഇർഷാദാത്തുകൾ, നിർദ്ദേശങ്ങൾ, എങ്ങനെ ആദരിക്കണം, എങ്ങനെ ബഹുമാനിക്കണം എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് എന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു വിഷയമാണ് ഏറ്റവും ആദരവും ബഹുമാനവും നൽകേണ്ടത് അള്ളാന്റെ റസൂലിനോട് ആണ് എന്നുള്ളത്. എങ്ങനെയാണ് അള്ളാന്റെ റസൂലിനോടുള്ള ആദരവും ബഹുമാനം എന്ന് പറയുന്നത്? അതും അള്ളാന്റെ വിഷയത്തിൽ ഉള്ളതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൽപ്പിച്ചോ അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ കൊണ്ടുവരലാണ് അള്ളാന്റെ റസൂലിനോടുള്ള ആദരവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് വിലക്കിയോ അതെന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റിവെക്കലാണ് അള്ളാന്റെ റസൂലിനോടുള്ള ആദരവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ച് കാണിച്ചു തന്ന മാർഗങ്ങളെ ജീവിതത്തിന്റെ മാർഗമായി പിൻപറ്റുക. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിആറായി, അടയാളമായി പഠിപ്പിച്ചെന്ന കാര്യങ്ങളെ അടയാളമായി സ്വീകരിക്കുക. ഇതൊക്കെയാണ് അള്ളാന്റെ റസൂലിനോടുള്ള ഈ ഒരു ആദരവും ബഹുമാനവും എന്ന് പറയുന്നത്. ഇത് ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമയത്ത് അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 തട്ടുള്ള വീടായിരുന്നു അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റേത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്റെ അടിയിലെ തട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസം ഒരുക്കി. അതിനുശേഷം അദ്ദേഹം മുകളിലും താമസം തുടങ്ങി. അന്നേ ദിവസം രാത്രി അദ്ദേഹം മുകളിലൂടെ നടന്നുകൊണ്ട് ആലോചിക്കുന്ന ചില ആലോചനകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെയാണല്ലോ കിടക്കുന്നത്. ആ പ്രവാചകൻ അങ്ങനെ കിടന്നിരിക്കെ ഞാൻ പ്രവാചകന്റെ മുകളിലിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുകളിൽ എങ്ങനെ എനിക്ക് കിടന്നുറങ്ങാൻ സാധിക്കും എന്ന് പറഞ്ഞ അന്നേ ദിവസം മൊത്തം ഉറക്കമൊഴിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു നിന്ദ്യതയായി ഇത് മാറുമോ എന്ന ഭയത്തിൽ കഴിഞ്ഞ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പിറ്റേ ദിവസം പോവാണ്. പ്രവാചകനോട് പറയാണ്, പ്രവാചകനെ, താങ്കൾ താഴെ കിടക്കുമ്പോൾ ഞാൻ മുകളിൽ കിടക്കൽ എനിക്ക് ഏറെ പ്രയാസമാണ് പ്രവാചകനെ, അതുകൊണ്ട് താങ്കൾ മുകളിലേക്ക് മാറണം, എനിക്ക് താഴെ കിടക്കണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സുഖം താഴെ കിടക്കലാണ് അയ്യൂബ്. പക്ഷേ അയ്യൂബ് എന്ന വ്യക്തി, ഈ സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഇത് വല്ലാത്ത മനപ്രയാസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് മാറുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചരിത്ര നിമിഷങ്ങൾ കാണാൻ സാധിക്കും. ഈ അയ്യൂബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ ദിവസവും ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുകൊടുക്കാറുണ്ടായിരുന്നു. ആ കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കുന്ന ഭാഗത്തിൽ നിന്ന് കഴിക്കാൻ ആ സഹാബി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉള്ളി കൊണ്ടുള്ള ഒരു പാകം ചെയ്ത ഭക്ഷണം ഈ അയ്യൂബ് എന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഭക്ഷിക്കാതെ തിരിച്ചയക്കാൻ. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു വാചകമുണ്ട്, അഹുവ ഹറാം, അത് ഹറാമായോണ്ടാണോ പ്രവാചകനെ താങ്കൾ ഭക്ഷിക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ, അല്ല, വലാകിന്നി അക്റഹുഹു, എനിക്ക് വ്യക്തിപരമായി ഉള്ളി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്. അപ്പൊ ആ സഹാബി പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഫഇന്നി അക്റഹു മാ തക്റഹ്, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾക്ക് വെറുപ്പുള്ള വിഷയം എനിക്കും വെറുപ്പാണ്, ഔമാ കരിഹ്തു, നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം എനിക്കും വെറുപ്പാണെന്ന് അദ്ദേഹം വ്യക്തമായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉള്ളി ഭക്ഷിക്കുന്നത് ഒഴിവാക്കിയത് കാണാൻ സാധിക്കും. ഇതൊരിക്കലും ഉള്ളി ഭക്ഷണത്തെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമല്ല. നേരെ മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തനിക്കും അത് ഇഷ്ടമല്ലെന്ന് പ്രഖ്യാപിക്കാൻ ആ സഹാബിക്ക് സാധിച്ചത് എന്തുകൊണ്ടാ?
ആ സഹാബിക്ക് അള്ളാന്റെ റസൂലിനോട് ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയായിരിക്കണം അള്ളാന്റെ റസൂലിനോടുള്ള ആദരവ്. ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ഞാൻ ചെയ്യും, ഒരു കാര്യം വിരോധിച്ചാൽ അതിന്റെ ജീവിതത്തിന്റെ ലവലേശം പോലും ഞാൻ കൊണ്ടുവരില്ല. ഈ പരിശ്രമത്തിനാണ് അള്ളാന്റെ റസൂലിനോടുള്ള ആദരവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം മൂന്നാമതായിക്കൊണ്ട് ആദരവും ബഹുമാനവും ആരോടെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളോട് ആദരവും ബഹുമാനവും വേണമെന്നുള്ളത്. നമ്മുടെ മുകളിൽ ഏത് ജോലി ആയിക്കോട്ടെ, എന്ത് അവസരങ്ങളായിക്കോട്ടെ, നമുക്ക് മുകളിൽ ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സൽസ്വഭാവത്തിന്റെ ഗുണമായിട്ടാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആദരിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഉലമാക്കളെ ആദരിക്കുന്ന വിഷയം പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും പ്രവാചകൻ അനന്തരം സ്വീകരിച്ചവരാണ് ഉലമാക്കൾ എന്ന് പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്ന പരിധിയിൽ ഉൾക്കൊണ്ട ആദരവും ബഹുമാനവും നൽകൽ നിർബന്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരിലൂടെ ദീനിന്റെ സഹായങ്ങൾക്ക് സഹകരണങ്ങൾ ഏകി കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ അവരോടുള്ള ആദരവും ബഹുമാനവുമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നതാണ്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത്. ഇത് ഇസ്ലാമിന്റെ ചിഹ്നമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം നാളെ ഭാവിയിൽ അള്ളാന്റെ ദീന് പ്രവർത്തിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഇവരെന്നൊരു ഉത്തമ ബോധ്യത്തോടുകൂടി. അവർ എത്ര ചെറിയവരാണെങ്കിലും ശരി, പക്ഷെ അള്ളാന്റെ ദീന് പഠിക്കുന്നതോടുകൂടി അവർ എല്ലാവരെക്കാൾ മുകളിലേക്ക് പോകുന്നുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേന്ദ്രങ്ങളിൽ നമ്മുടെ മക്കൾ ദീന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ദീന് പഠിക്കുന്ന മക്കളെ ആദരിക്കലും ബഹുമാനിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അവർ ചെറിയവരാണല്ലോ എന്ന രീതിയിൽ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക്, അവരെ പരിഗണിക്കാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നുണ്ടെങ്കിൽ അവൻ ചിന്തിക്കേണ്ടത് അവന്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നു ഒരു വിശ്വാസിയിൽ ഇഹ്തിറാമും തൗഖീറും ഉണ്ടാകണം, ആദരവും ബഹുമാനവും ഉണ്ടാകണം. ആ ആദരവും ബഹുമാനവും ഏറ്റവും അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കേണ്ട സാഹചര്യങ്ങളും അവസരങ്ങളും ലഭിച്ചിട്ട് നമ്മൾ അതിന് പരിഗണന നൽകുന്നില്ലെങ്കിൽ നമ്മുടെ സ്വഭാവ ഗുണത്തിൽ കാര്യമായ വീഴ്ചയുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണ് മുതിർന്നവരെ ആദരിക്കണം എന്നുള്ളത്. ഇതൊരു സ്വഭാവ ഗുണമാണ്, ഇന്ന് ഏറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണം. ചെറുപ്രായക്കാർ തൊട്ട് മുതിർന്നവരാരെങ്കിലും ശരി, അവർക്കിടയിൽ ഒരു ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ പ്രായക്കാർക്കിടയിൽ മുതിർന്നവരെ ആദരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുതിർന്ന ആളുകൾക്കിടയിൽ ചെറിയവരെ ഒരു കരുണയോടുകൂടി പെരുമാറുന്ന സ്വഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ആളുകൾക്കും അതിൻ്റെതായ പരിഗണനകൾ നൽകി മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മുതിർന്നവരാണെങ്കിൽ മുതിർന്നവരെ ബഹുമാനിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. താഴ്ന്ന കുട്ടികളാണെങ്കിൽ, ചെറിയ കുട്ടികളാണെങ്കിൽ ആ കുട്ടികളോട് കരുണയോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം സഹാബാക്കളോട് പഠിപ്പിച്ചത് അടിസ്ഥാനമാണ് മല്ലം യർഹം സഗീറന. ആരാണോ നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരെ ബഹുമാനിക്കാത്തത്, കരുണ കാണിക്കാത്തത്, വയഅരിഫ് ഹഖ്ക കബീരിന, നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ ഹക്കുകൾ മനസ്സിലാക്കാത്തത്, ഫലൈസ മിന്ന, അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുതിർന്നവരെ ആദരിക്കാൻ, മുതിർന്നവരോട് ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് പഠിപ്പിച്ചത് മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം, മുതിർന്നവരോട് വളരെ ലോലതയോടുകൂടി സംസാരിക്കണം, കുട്ടികളോട് സംസാരിക്കുമ്പോൾ വളരെ മാന്യമായി കൊണ്ട് സംസാരിക്കണം. അവർ എത്ര ചെറിയവരാണെങ്കിലും അവരെ പരിഹസിക്കരുത്, അവരോട് മാന്യതയോടുകൂടി പെരുമാറണം. ഇങ്ങനത്തെ തത്വങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഈ സ്വഭാവ ഗുണങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവൽ അനിവാര്യമാണെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി ഇത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ളത്. മാതാപിതാക്കൾ ഇനി എന്ത് തിന്മ ചെയ്യാൻ കൽപ്പിച്ചാലും ശരി, ആ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിനപ്പുറത്ത് മാതാപിതാക്കളോട് മോശമായി പെരുമാറരുത് എന്ന്, ഒരു കാഫിറായ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുടെ വിഷയത്തിൽ പോലും മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അടിസ്ഥാനമായി നമ്മൾ തിരിച്ചറിയേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാന്യതയോടുകൂടി വർത്തിക്കണമെന്ന് പഠിപ്പിച്ച വലിയൊരു വിഷയമാണ് മുസ്ലിം സഹോദരന്മാരെ പരസ്പരം ആദരിക്കണം എന്നുള്ളത്. അവരോട് വളരെ കൺകുളിർമയുള്ള സംസാരങ്ങൾ സംസാരിക്കണം എന്നുള്ളത്, സലാം പറയണം എന്നുള്ളത്. അസ്സലാമു അലൈക്കും എന്ന് ഒരു വിശ്വാസിയെ കാണുമ്പോൾ അവൻക്ക് സമാധാനത്തിന്റെ വാചകങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്?
ആ ഒരു വിശ്വാസിയെ നമ്മൾ ആദരിക്കുന്നത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനോട് വളരെ വിവേകത്തോടു കൂടിയും ലോലതയോടുകൂടിയും ഒരു മുസ്ലിമിനോട് പെരുമാറുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ആ വ്യക്തിയെ നമ്മൾ ആദരിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഈ ഒരു സ്വഭാവ ഗുണം കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു പ്രത്യേകമായ ഈ ഒരു സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതകൾ 6 കാര്യങ്ങളാണ്. അപ്പൊ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ എന്തൊക്കെയാണത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. നീ അവനെ കണ്ടുമുട്ടിയാൽ അവനക്ക് സലാം പറയൽ ബാധ്യതയാണ്. വഇദാ ദആക ഫഅജിബ്ഹു. നിന്നെ ഒരു വിഷയത്തിലേക്ക് അവൻ ക്ഷണിച്ചാൽ, എന്തെങ്കിലും കാര്യത്തിലേക്ക് അവൻ ക്ഷണിച്ചാൽ മാന്യമായ വിഷയങ്ങൾ ഉത്തരം പറയൽ നിർബന്ധമാണ്. വഇദസ്തൻസഹക ഫഅൻസഹ് ലഹു. അവൻ നിന്നോട് വല്ല ഉപദേശവും തേടിയാൽ നീ അർഹതപ്പെട്ട രീതിയിൽ, ഹക്കായ രീതിയിൽ ഉപദേശം നൽകൽ നിനക്ക് ബാധ്യതയാണ്. വഇദാ അതസ. അവനെങ്ങാനും തുമ്മിയാൽ ഫഹമിദല്ലാഹ്, ഹംദും ചൊല്ലിയാൽ ഫസമ്മിതുഹു. നീ അതിന് മറുപടി കൊടുക്കണം. വഇദാ മരിള ഫഉദുഹു. അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കണം. വൈദാ മാത ഫത്തബിഹു. അവൻ മരിച്ചാൽ അവന്റെ മരണത്തെ ജനാസയെ പിന്തുടരണം. ഇങ്ങനെ തുടങ്ങിയിട്ട് 6ഓളം കാര്യങ്ങൾ എണ്ണി എണ്ണി പഠിപ്പിക്കുകയാണ്. മറ്റൊരു വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണുന്ന കാര്യങ്ങൾ. ഈ ഓരോ വിശ്വാസ കാര്യങ്ങളെയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കാണെന്ന് പഠിപ്പിച്ചെന്നത്. എന്തുകൊണ്ട് ഹക്കായി? ആ ഒരു വിശ്വാസിയെ, മറ്റൊരു വിശ്വാസിയെ ആദരിക്കലും ബഹുമാനിക്കലും ഇസ്ലാമിന്റെ ചിഹ്നമാണെന്ന വലിയ അടിസ്ഥാനമാണ് ഇവിടെ പഠിപ്പിച്ചത് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സ്വഭാവ ഗുണത്തിൽ ആദരവ് ബഹുമാനം എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല. അതെല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും പരിഹാരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സ്വഭാവ ഗുണങ്ങൾ പരിശീലിച്ച് നേടിയെടുക്കേണ്ടതാണ്. സാഹചര്യങ്ങളും സന്ദർഭങ്ങൾക്കനുസരിച്ച് പെരുമാറി ശീലിക്കേണ്ടതാണ്. അങ്ങനെ ശീലിച്ച് ആദരിച്ച് ബഹുമാനിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ട വലിയൊരു സ്വഭാവ ഗുണമാണ് ഈ ഒരു തവക്കുർ, ഈ ഒരു ആദരവ് ബഹുമാനം എന്ന് പറയുന്നത്. ഇഹ്തിറാം വ തവക്കുർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൽ ഇഹ്തിറാം വ തവക്കുർ. ആദരവ് ബഹുമാനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ട സ്വഭാവ ഗുണമാണ് എന്നുള്ളതാണ് ഈ 1-ാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചത്. എന്നാൽ ഇന്ന് സമുദായത്തിലേക്കൊന്ന് വീക്ഷിച്ചു നോക്കുമ്പോൾ ഈ ആദരവും ബഹുമാനത്തിന്റെയും വിഷയത്തിൽ തന്നെയാണ് കാര്യമായ വലിയ അപകടങ്ങളും സംഭവിക്കുന്നത്. 2 അപകടങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കാം. ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പേര് പറഞ്ഞ് ചില അതിരുകവിച്ചിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായ ആദരവും ബഹുമാനവും വേണ്ട 2 വ്യക്തികളെ പഠിപ്പിച്ചതൊന്ന് അള്ളയും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരോടുള്ള ആദരവും ബഹുമാനവും എന്ന് പറയുന്നത് അള്ളയും റസൂലും എന്തു പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ പകർത്തലാണ്. അതേ സമയത്ത് അള്ളയും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ മറ്റുള്ള സ്വന്തം ഇച്ഛകൾക്ക് അധികമായ മാന്യതയും വിലയും നൽകി പുച്ഛവിലഭാവം കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവ്വമതങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഒരു പരിശീലനങ്ങൾ ആദരിക്കണം എന്ന പേരും പറഞ്ഞ് പല മനുഷ്യന്മാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സങ്കടകരമായ അവസ്ഥ എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചെന്ന ചില കാര്യങ്ങളുണ്ട്. മറ്റു മതസ്ഥരോട് സാമ്യപ്പെടരുത്, മറ്റു മതസ്ഥരോട് തശബ്ബുഹ് പാടില്ല, മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെ സ്വന്തം ആഘോഷങ്ങളെ പോലെ ആഘോഷിക്കരുത് എന്നൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കെ അതിനൊന്നും ഒരു വിലയും നൽകാതെ എല്ലാ മതങ്ങളെയും അതിർവരമ്പുകളും ലംഘിച്ച് ആദരിക്കണം ബഹുമാനിക്കണം എന്ന പേരും പറഞ്ഞ് സർവ്വ മതങ്ങളെയും സത്യപ്പെടുത്തി എല്ലാവരുടെ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിമീങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സങ്കടകരമായ ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവസാന കാലഘട്ടത്തിനോട് അടുക്കുന്നതനുസരിച്ച് യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമായപ്പോഴേക്കും കാഫിറായിട്ടുണ്ടാവും. ഇത് വെറും ഒരു വർത്തമാനമല്ല സഹോദരന്മാരെ, ഇത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പേര് മാറ്റി വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു അമുസ്ലിമിന്റെ പേര് സ്വീകരിച്ചിരിക്കണമെന്നില്ല.
അതേ സമയത്ത് നമ്മുടെ കൂടെ സൊഫിൽ നിസ്കരിക്കുന്ന, നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. അവർ അള്ളാന്റെ കോടതിയിൽ, അള്ളാന്റെ രേഖയിൽ കാഫിർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എന്തുകൊണ്ട് കാഫിർ എന്ന് രേഖപ്പെടുത്തി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മതത്തിന്റെ അതിർവരമ്പുകളിലേക്ക് അവർ വിട്ടുകടന്നു. എങ്ങനെയൊക്കെ വിട്ടുകടന്നു? അവിടെ സംസാരത്തിലൂടെ വിട്ടുകടന്നിട്ടുണ്ടാവും, ചില ആളുകളുടെ പ്രവർത്തനത്തിലൂടെ വിട്ടുകടന്നിട്ടുണ്ടാവും, ചില ആളുകളുടെ വിശ്വാസത്തിലൂടെ വിട്ടുകടന്നിട്ടുണ്ടാവും. ഈ 3 കാര്യങ്ങളിലൂടെയും ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് അവസാന കാലഘട്ടത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് സമുദായത്തേക്ക് നോക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, ഈ കാണുന്ന ഇസ്ലാം വിലക്കിയ കാര്യങ്ങളോട് ഏറ്റവും കൂടുതൽ ഒരു അഭിമുഖ്യവും അതുപോലെ തന്നെ താല്പര്യവും പ്രകടിപ്പിക്കുന്നത് മുസ്ലിങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അത് ആദരിക്കലാണ് ദീന്. അള്ളാഹ് എന്ത് പഠിപ്പിച്ചോ, എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചോ അത് ആദരിക്കലാണ് ദീന്. അതിനപ്പുറത്ത് എന്ത് വിലക്കിയോ ആ വിലക്കിയ കാര്യങ്ങൾ സ്വന്തം ഇച്ഛക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിലെ താക്കീദിനെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും വിലയിരുത്തണം. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറാവുന്ന ഇതൊരു വലിയ ഫിത്നയാണ് സഹോദരന്മാരെ. ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദീന്റെ അതിർവരമ്പുകൾ ലംഘിക്കരുത്. ഈ ഇഹ്സാൻ, ഈ ഒരു ആദരവിന്റെയും ബഹുമാന്റെയും ന്യായം പറഞ്ഞുകൊണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു അപകടകരമായ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അന്ധമായ ആദരവും ബഹുമാനവും. ഇസ്ലാമിന്റെ പരിധി ലംഘിച്ച ആദരവും ബഹുമാനവും. ഹക്കൊരു മനുഷ്യന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്ത് ഞാൻ ആദരിക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമിതമായി വിശ്വസിച്ച് പ്രമാണങ്ങൾ എന്ത് പഠിപ്പിച്ച് അതിനൊരു വിലയും നൽകാത്ത സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കഴിഞ്ഞ വാർത്തകളിൽ പോലും നമ്മൾ ഒരു സാക്ഷ്യം വഹിച്ച ഒരു വിഷയമാണ്. മുടിയുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ഏത് കാര്യങ്ങളായിക്കോട്ടെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യന്മാരെ. പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ചില വ്യക്തികൾക്ക് അമിതമായി പ്രാധാന്യം നൽകിയത് കൊണ്ട് മാത്രം, അവർക്ക് അമിതമായ ആദരവ് നൽകിയത് കൊണ്ട് മാത്രം പ്രമാണങ്ങളോട് പുച്ഛ മനോഭാവം വെച്ചുകൊണ്ട് ഈ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിലേക്ക് മനുഷ്യർ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അവർക്ക് ദീനൊരു വിഷയമല്ല. അവർക്ക് അവർ ആദരിക്കുന്ന വ്യക്തികളോടുള്ള അന്ധമായ അനുകരണവും അന്ധമായ തക്ലീദുമാണ് വിഷയം. അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിന്റെ ദീനിന്റെ ആചാരങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകാത്ത കാലഘട്ടങ്ങളിലേക്ക് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് അവസാന കാലഘട്ടത്തോട് അടുക്കുമ്പോൾ ഇത് വ്യാപകമാകുന്നു പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്ലാം അതിവരമ്പ് വെച്ച വിഷയങ്ങൾ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം. അതിനപ്പുറത്തുള്ള ഒരു ജീവിതവും രസവും ആസ്വാദനങ്ങളും ഒന്നിനും പരിഹാരമല്ലെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാം എന്ത് ആദരിച്ചിട്ടുണ്ടോ അത് ആദരിക്കുന്നവരായി നമ്മൾ മാറണം. എന്തിന്റെ വിഷയത്തിൽ ചെയ്യരുതെന്നും ആദരിക്കാതെ അനാദരവ് കാണിക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ടോ അതിൽ അനാദരവ് കാണിക്കാനും വിശ്വാസി എന്ന നിലക്ക് തയ്യാറാകണം. സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒഴിവാക്കേണ്ട വിഷയങ്ങൾ ഒഴിവാക്കുന്ന വിഷയത്തിലാണെങ്കിലും കൃത്യമായ ഒരു മാനദണ്ഡവും മാർഗനിർദ്ദേശനവും ഇസ്ലാമുണ്ട്. അത് പൂർണ്ണമായി പിൻപറ്റുന്നവനാണ് മുസ്ലിം. അതല്ല എന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു പക്ഷെ നാമം കൊണ്ട് നമ്മൾക്കിടയിൽ മുസ്ലിമായി തന്നെ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണോ അല്ലേ എന്നത് വിഷയത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിചാരണകൾ നേരിടേണ്ട ഒരു രംഗം വരാനുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി അള്ളയും റസൂലും പഠിപ്പിച്ചത് തൃപ്തിപ്പെട്ട് മനസ്സാ വാച കർമ്മന അംഗീകരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് എത്ര വിമർശനങ്ങൾ കേട്ടാലും, എത്ര പീഡിപ്പിക്കപ്പെട്ടാലും, എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി, എനിക്കെന്റെ ദീനാണ് വലുത് എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഇന്ന് എല്ലാം കൊണ്ടും എല്ലാ സാഹചര്യത്തിലും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിമീങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഇസ്ലാം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ആ വിഷമത്തിന് പോലും കൂലിയുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില മനുഷ്യന്മാർക്ക് അതൊന്നും ഒരു വിഷയമല്ല. എത്ര പീഡിപ്പിക്കപ്പെട്ടോട്ടെ, ഇസ്ലാമിൽ കളിയാക്കപ്പെട്ടോട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന ആൾക്കാരല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കൂട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലക്ക് എന്നെ കൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കോ, ഇൽമു കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിനെ സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവും. മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഇസ്ലാമിനെ സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിലും ശരി സഹോദരന്മാരെ, നമ്മുടെ സാഹചര്യത്തിൽ ഇസ്ലാമിന് നേരെ വരുന്ന ഓരോ വിമർശനങ്ങളിലും മനസ്സറിഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനക്ക് പോലും കൂലിയുണ്ട്, ആ സങ്കടത്തിന് പോലും കൂലിയുണ്ട്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇസ്ലാമിനോടൊരു സ്നേഹം തോന്നുന്ന മുസ്ലിമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു തആല കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു എളുപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക്
അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖബറിടങ്ങൾ വിശാലമാക്കി നൽകുമാറാകട്ടെ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവ ഗുണങ്ങളെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا أجرنا وأجر والدينا من النار. ربنا أجرنا وأجر والدينا من النار. ربنا أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.